ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡെസ്കിട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുന്നിരിക്കുന്നു. ഒപ്റ്റിമിസത്തിൻ്റെ ഈ ഒരു NFT-യുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ എടുത്ത് പറഞ്ഞിരുന്നു, ഫ്രീ അല്ല, ഗ്യാസ് ഫീസും അതേപോലെ തന്നെ USDCയും ആവശ്യമുണ്ട്. പറ്റാവുന്നവർ ചെയ്യുക. വീഡിയോ കണ്ടിട്ട് മിസ്സാക്കേണ്ട. NFTs ഞാൻ ഏകദേശം 6ഓളം NFTs കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കുറച്ച് കളക്ട് ചെയ്ത് വെക്കണം. ഇതുകൂടാതെ പ്രൈം പ്രോട്ടോക്കോളിൻ്റെ OG ബാഡ്ജ് ഹോൾഡറാണ് ഡിസ്കോഡിലെ എങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് നെറ്റിൽ പങ്കെടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഒരു ട്രേഡിംഗ് ഇൻഡിക്കേറ്റർ ആണ്, അതും ഡേ ട്രേഡേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ട്രേഡിംഗ് ഇൻഡിക്കേറ്റർ പരിചയപ്പെടുത്തിയിരുന്നു, ATR പ്ലസ് ഹൈക്കനാഷി ക്യാൻഡിൽസ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ലോങ് ടൈം ഫ്രെയിംസിനുള്ളത്. അതും BTCയും ETHും മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ മിനിമം 4 മണിക്കൂറൊക്കെ ഒരു ക്യാൻഡിൽ ഫോർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷമാണ് നിങ്ങൾ ട്രേഡ്സ് എടുക്കുന്നത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ. പക്ഷേ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നതിൽ നിങ്ങൾക്ക് 5 മിനിറ്റ്സ് ക്യാൻഡിലിൽ നിന്ന് ട്രേഡ്സ് എടുക്കാവുന്നതാണ്. പ്രോപ്പറായിട്ടുള്ള ബൈയും സെല്ലും സിഗ്നൽസ് വരും. ഇതിൽ ഓൾമോസ്റ്റ് 90% ആയിട്ടുള്ള ആക്യുറേറ്റ് സിഗ്നൽസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓൾട്ട് കോയിൻസിലൊക്കെ ട്രേഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ലോങ്ങും ചെയ്യാം, ഷോർട്ടും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ സ്പോട്ട് മാത്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിലത്തെ ബൈ സിഗ്നൽസ് മാത്രം എടുക്കാവുന്നതാണ്. സെൽ സിഗ്നൽ ഉപയോഗിക്കുന്നത് നിങ്ങൾ ആ ടോക്കൺ സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം. ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നവർക്ക് ലോങ്ങും ചെയ്യാം, ഷോർട്ടും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പുഷ് പ്രോട്ടോക്കോൾ ആണ്. ഇതിന് മുന്നത്തെ വീഡിയോകളിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഈ പ്രോജക്റ്റ് എത്രയും പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് എന്നായിരുന്നു. അവരിപ്പോൾ റീബ്രാൻഡ് ചെയ്ത് പുഷ് പ്രോട്ടോക്കോൾ എന്നായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പോളിഗണിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, വെബ്സൈറ്റ് റീബ്രാൻഡ് ചെയ്തു. ഇതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ആണ്, Web3 ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട്സിന് വേണ്ടിയിട്ട്. ഓൾറെഡി ഇവർ ഒരുപാട് പ്രൊജക്ട്സുകളായിട്ട് ഓൾറെഡി ടൈപ്സ് ഉണ്ട്. DeFiയും അതേപോലെ തന്നെ ഗെയിമിംഗ് പ്രൊജക്ട്സ്, എക്സ്ചേഞ്ചസ് ഒക്കെ ആയിട്ട്, ഡീസെൻട്രലൈസ് എക്സ്ചേഞ്ചസ് ഒക്കെ ആയിട്ട് ഓൾറെഡി ഇവിടെ ടോക്കൺ ലിസ്റ്റഡ് ആണ്. പുഷ് എന്നാണ് ടിക്കറും. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ പേരും പുഷ് പ്രോട്ടോക്കോൾ എന്നായിട്ട് മാറിയിട്ടുണ്ട്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. 32 സെൻസിന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുവിധം ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ ലിസ്റ്റഡ് ആണ്. ബിനാൻസിൽ ഇതുവരെ വന്നിട്ടില്ല. വളരെ ലിമിറ്റഡ് സപ്ലൈ ഉള്ള ഒരു ടോക്കണിലൊന്നാണ്. 100 മില്യനേ ഉള്ളൂ. അപ്പോൾ ഒരു ട്വിറ്റർ പേജൊക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വയ്ക്കുക. ഒരുപാട് പുതിയ അപ്ഡേറ്റ്സ് വരുന്നുണ്ടാവും ഈ ഒരു റീബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എന്തെങ്കിലും കോമ്പറ്റീഷൻസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഇവരൊരു മീഡിയം ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൽ EPNS റീബ്രാൻഡ് ചെയ്തിട്ട് പുഷ് പ്രോട്ടോക്കോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പ്ലാൻസ് എന്ന് പറയുന്നത് എത്തേറിയത്തിൽ നിന്ന് ബാക്കിയുള്ള ലെയർ 1ഉം ലെയർ 2 സൊല്യൂഷൻസിലേക്കൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് EPNS എന്നുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ഇവർ ഈ മീഡിയം പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഈ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുകൂടാതെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ലിങ്കും പുതിയ വെബ്സൈറ്റിൻ്റെ ഈ ഒരു ലിങ്കും കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഒരു ട്വിറ്റർ പേജ് ഫോളോ ചെയ്ത് വെക്കുക. ഈ ഒരു റീബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോമ്പറ്റീഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. മിസ്സാക്കേണ്ട എന്തെങ്കിലും വരികയാണെങ്കിൽ. അപ്പോൾ ഞാൻ നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഞാൻ നേരെ ട്രേഡിംഗ് വ്യൂയിലേക്ക് പോവാണ്. ട്രേഡിംഗ് വ്യൂവിൽ അക്കൗണ്ട് എടുക്കാത്തവർ തീർച്ചയായിട്ടും എടുക്കുക. ഫ്രീ ആണ്, പെയ്ഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിപ്പോൾ കറൻ്റ്ലി BTC 4 hour ടൈം ഫ്രെയിമിൽ ഞാൻ എടുത്തു വെച്ചേക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ATR ഇൻഡിക്കേറ്റർ വിത്ത് ഹൈക്കനാഷി ക്യാനൽസ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നെടുത്ത സെൽ സിഗ്നൽ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ബൈ സിഗ്നൽ വന്നിരുന്നു, എന്നിട്ട് ഞാനത് കട്ട് ഓഫ് ചെയ്തിട്ടില്ല. അപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഇവിടെ സെൽ സിഗ്നൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും 100% സക്സസ്ഫുൾ ആയിരിക്കില്ല. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നതും 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഒന്നുമല്ല. ഒരിക്കലും അങ്ങനത്തെ ഒരു ഇൻഡിക്കേറ്ററില്ല 100% സക്സസ്ഫുൾ ട്രേഡ്സ് എടുക്കാൻ പറ്റിയ ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ ആ ഒരു കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ ഞാൻ APE കോയിൻ എടുത്തേക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ് ചാർട്ട് നോർമൽ ക്യാൻഡിൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 5.50 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ലോങ് എടുത്തിരുന്നു. അത് ഏകദേശം ഇവിടെ ഞാൻ കട്ട് ഓഫും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാനായിട്ട് ആദ്യം വേണ്ട നമ്മൾ ഇൻഡിക്കേറ്റർ ടാബിൽ പോകുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം സൂപ്പർ ട്രെൻഡ് എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ സൂപ്പർ ട്രെൻഡിലെ ഇത് തന്നെ എടുക്കണം, കിവാൻസി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ 33952 ആണ് നമ്പർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് തന്നെ സെലക്ട് ചെയ്ത് വയ്ക്കുക. ഞാൻ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തത് HalfTrend ആണ്, എവർഗെറ്റിൻ്റെ. അതും ഞാൻ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും യൂസ് ചെയ്യാം. ഞാൻ ഫേവറേറ്റ്സിൽ ഓൾറെഡി ഇത് രണ്ടും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ സെക്ഷൻ കവർ ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ സൂപ്പർ ട്രെൻഡ് ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം HalfTrend ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ 2 ഇൻഡിക്കേറ്റേഴ്സും ഇതിൽ അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. അപ്പോൾ ഇതിൽ കുറച്ച് എഡിറ്റ്സ് വരുത്താണ്ട്. അപ്പോൾ നേരെ നിങ്ങൾ സെറ്റിങ്സിൽ പോവുക. സൂപ്പർ ട്രെൻഡിൻ്റെ സെറ്റിങ്സിലാണ് പോകേണ്ടത്. അതിൽ ഇൻപുട്സിൽ പോയിട്ട് ATR പീരീഡ് എന്നുള്ളത് 99 ആക്കിയിടുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ സൂപ്പർ ട്രെൻഡിൽ ഇത്ര മാത്രമേ കാണിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നു. നേരത്തെ ബൈ സിഗ്നൽ ഉണ്ടായിരുന്നത് ഇവിടെയായിരുന്നു, ഇത് ഇവിടേക്ക് മാറിയിട്ടുണ്ട്. അതുകൂടാതെ HalfTrendൽ പോയിട്ട് സെറ്റിങ്സിൽ പോവുക. ഇതിൽ ഇൻപുട്സിൽ നിങ്ങൾക്ക് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 2/2 തന്നെ കിടന്നാൽ മതി, ആംപ്ലിറ്റ്യൂഡും ചാനൽ ഡീവിയേഷനും. ഇതിപ്പോൾ മാർക്കറ്റ് സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ്, വലിയ ഫ്ലക്ച്വേഷൻ ഒന്നുമില്ല. അപ്പോൾ വളരെ വോളറ്റൈലുള്ള മാർക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 3യും ഇവിടെയും 3 എൻ്റർ ചെയ്തിട്ട് ഓക്കെ കൊടുക്കണ്ട. അടുത്ത സ്റ്റൈലിൽ പോയിട്ട് ഇതെല്ലാം ടിക്കഡ് ആയിരിക്കും, ഇതൊക്കെ അൺടിക്ക് ചെയ്ത് വിടുക. ഇത് അൺടിക്ക് ചെയ്ത് വിട്ടിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ കുറേ കാര്യങ്ങൾ മാഞ്ഞു പോയി.
ഇപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ഇതിലൊരു നീല ലൈൻ കണ്ട് അതും കൂടി നമുക്ക് മാറ്റേണ്ട. അപ്പോൾ ഞാൻ വീണ്ടും ഹാഫ് ട്രെൻഡിൽ പോയിട്ട് ഇത് മാറ്റിയിട്ട് ഒരു ഗ്രീൻ ആക്കുകയാണ്. ഓക്കെ, എനിക്കിത് മതി. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് റെഡും ഗ്രീനും മാത്രം ആവാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പ്രകാരം ഏത് കളറിലേക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഗ്രീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്ററിൽ 5 മിനിറ്റ് ചാർട്ട് എടുത്തു. ഇനി അടുത്ത് നമ്മൾ എടുക്കേണ്ടത് ഹൈക്കനാഷിയാണ്. ഇതിൽ ഞാൻ പറഞ്ഞു എല്ലാം 100% ആക്യുറേറ്റുള്ള സിഗ്നൽസ് അല്ല, ബട്ട് നല്ല സിഗ്നൽസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെൽ സിഗ്നൽ ഉണ്ട്, ബൈ സിഗ്നൽ ഉണ്ട്. അപ്പോൾ എപ്പോൾ ബൈ എടുക്കണം, എപ്പോൾ സെൽ എടുക്കണം എന്നുള്ള കാര്യമാണ് അടുത്തുള്ളത്. അപ്പോൾ ഇതിലെ ബൈ സിഗ്നൽ വന്നേക്കുന്നത് ദാ ഇവിടെയാണ്. അപ്പോൾ ഓൾറെഡി ഗ്രീനിലേക്ക് ദാ ഇവിടെ നിന്ന് ഈ ഒരു ലൈൻ ഗ്രീനിലേക്ക് മാറിയിട്ടുണ്ട്. എന്നിട്ട് പക്ഷേ സിഗ്നൽ വന്നേക്കുന്നത് ബൈൻ്റെ ഇവിടെ നിന്നാണ്. ഇവിടെയും ബൈ സിഗ്നൽ വന്നിട്ടുണ്ട്, പക്ഷേ അത് കഴിഞ്ഞ ഉടനെ ഇവിടെ സെൽ സിഗ്നലും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രേഡ് ഇൻവാലിഡേറ്റ് ആയി. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഒരു ബൈ സിഗ്നൽ വന്നേക്കുന്നത് ഇവിടെയാണ്. അതായത് ഈ ഒരു ഗ്രീൻ ലൈനും വരണം, അതേപോലെ തന്നെ ബൈ സിഗ്നലും വരണം, എങ്കിൽ മാത്രമേ നിങ്ങൾ എൻട്രി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് അപ്പോൾ ഈ ഒരു 5.43 എന്നാണ് നമ്മൾ എൻട്രി എടുക്കാൻ വയ്ക്കുക. എന്നിട്ട് സെൽ സിഗ്നൽ വന്നേക്കുന്നത് ഇവിടെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഗ്രീന് മറികടന്ന് പോയേക്കുന്നത് ഈ ഒരു പോയിന്റിൽ എത്തിപ്പെടണം, 5.5 എത്തിപ്പെടണം. അപ്പോൾ 1.8% മൂവ്മെൻറ്റ്. അപ്പോൾ 10x-ലാണെങ്കിൽ 18% മൂവ്മെൻറ്റ്. സ്പോട്ടിൽ ഹോൾഡ് ചെയ്യുന്നവർക്കാണെങ്കിലും ഏകദേശം 1.82% മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഡേ ട്രേഡേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. ലോങ് ടേം ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ATR മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ലോങ് ടൈം ഫ്രെയിംസിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഷോർട്ടർ ടൈം ഫ്രെയിംസിനാണ്, ഡേ ട്രേഡേഴ്സിന്. ലോങ്ങർ ടൈം ഫ്രെയിംസിന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്, പക്ഷേ കുറേ ദിവസങ്ങളിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ നിന്ന് ഒരു ബൈ സിഗ്നൽ എടുത്ത് ഇപ്പോൾ ഇവിടെയാണ് സെൽ സിഗ്നൽ വന്നേക്കുന്നത്. ഏകദേശം 10-15 ദിവസമൊക്കെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യേണ്ടി വരും. പക്ഷേ 10-15 ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യണതിന് നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 200% മൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഐ മീൻ 10x ലെവറേജിൽ ചെയ്യുകയാണെങ്കിൽ. സ്പോട്ടിലാണെങ്കിൽ 20%. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെ ഇവിടുന്ന് ഈ ഒരു സെൽ സിഗ്നൽ എപ്പോഴും എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെഡിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സെല്ല് എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രം. അതായത് ഇവിടെ റെഡ് ആയിരിക്കണം. ഇവിടെ നിന്നാണ് ഈ ഒരു 6:15 ടൈമിലാണ് റെഡ് ഈ ലൈൻ ഫോം ചെയ്തേക്കുന്നത്. അതിനുശേഷം സെൽ സിഗ്നൽ വന്നേക്കുന്നത് 6:35-നാണ്. അപ്പോൾ അതിനുശേഷം മാത്രമേ നിങ്ങൾ ഷോർട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഷോർട്ട് എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഈ ഒരു ഗ്രീൻ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 0.76%, അപ്പോൾ 7.5%-ൻ്റെ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും 10x ലെവറേജിൽ. അപ്പോൾ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഞാൻ പറയാറുണ്ട്, ലോങ്ങർ ടൈം ഫ്രെയിംസിലാണ് ഏറ്റവും ബെസ്റ്റ് സിഗ്നൽസ് നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ നിങ്ങൾക്ക് ഡേ ട്രേഡ് അതേപോലെ തന്നെ ഷോർട്ടർ ടൈം ഫ്രെയിംസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഈ 2 സെറ്റിങ്സ് മാത്രം മാറ്റി വയ്ക്കുക. എപ്പോഴാണ് ഈ ഒരു ഹാഫ് ട്രെൻഡ് ലൈൻ ഗ്രീനായി മാറി ബൈ സിഗ്നൽ വരുന്നത് അപ്പോൾ മാത്രമേ ലോങ്ങോ അല്ലെങ്കിൽ ബൈയോ ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴാണ് ഈ ഒരു ഹാഫ് ട്രെൻഡ് ലൈൻ റെഡ് മാറി സെൽ സിഗ്നൽ വരുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ ഷോർട്ട് ചെയ്യാൻ പാടുള്ളൂ. സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എവിടെയാണെന്ന് ഞാൻ ഇതിന് മുന്നത്തെ ATR ഇൻഡിക്കേറ്റർ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഈ ഒരു ഗ്രീൻ ലൈൻ്റെ താഴെയാണെങ്കിൽ, ഷോർട്ട് ആണെങ്കിൽ ഈ ഒരു റെഡിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇത് സെയിം ATR ഇൻഡിക്കേറ്ററിൻ്റെ പോലെ തന്നെയാണ്, കുറച്ച് പാരാമീറ്റേഴ്സ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഷോർട്ടർ ടൈം ഫ്രെയിംസിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ്സ് കാൻഡിൽസോ 30 മിനിറ്റ്സ് കാൻഡിൽസോ യൂസ് ചെയ്യാം ബെറ്റർ റിസൾട്ട്സിന് വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും ലോങ്ങർ ടൈം ഫ്രെയിംസ് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. ഷോർട്ടർ ടൈം ഫ്രെയിംസിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ച് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. പേരുകൾ മറക്കണ്ട. സൂപ്പർ ട്രെൻഡും ഹാഫ് ട്രെൻഡും ഇതിലെ സെറ്റിങ്സ് മാറ്റാനുള്ളതും വീഡിയോയുടെ സ്റ്റാർട്ടിങ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നിങ്ങൾ ATR ഇൻഡിക്കേറ്ററിൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഈ ഒരു ATR ഇൻഡിക്കേറ്ററിൻ്റെ വീഡിയോ കാണുക. അതുകൂടാതെ ഇതിന് തൊട്ട് മുമ്പ് ഹൈക്കനാഷിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയും കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു 3 വീഡിയോയും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ATR താല്പര്യമുള്ളവർക്ക് ആ ഒരു ഇൻഡിക്കേറ്ററും വെച്ച് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ചെറിയ എമൗണ്ട്സ് മാത്രം ഇട്ടിട്ട് ലെവറേജ് ട്രേഡ് ചെയ്ത് നോക്കുക. വലിയ എമൗണ്ട്സ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത് ബൈനാൻസ്, ബൈബിറ്റ്, ബിറ്റ്ഗെറ്റ്, ഹോബി, ബിറ്റ്മാർട്ടൊക്കെയാണ്. ഇതൊക്കെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ചസ് ആണ്. ബൈബിറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് KYC ചെയ്യേണ്ട ആവശ്യമില്ല. ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നിരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.